നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം 10-ാം തീയതി മുതൽക്ക് 16-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 7 ദിവസത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി 12 രാശിയിലും ജനിച്ചിട്ടുള്ളവരുടെ സാമാന്യ ഫല നിരൂപണം നടത്താനാണ് ഇവിടെ ഒരുങ്ങിയിരിച്ചിട്ടുള്ളത്. ഈ ആഴ്ച ചില ഗ്രഹങ്ങളുടെ പകർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. മെയ് 11-ാം തീയതി മീനത്തിലുണ്ടായിരുന്ന ചൊവ്വ അത് മേടത്തിലേക്ക് മാറുന്നു. അതുപോലെ മെയ് 14-ാം തീയതി ബുധൻ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുന്നുണ്ട്. മെയ് 14-ന് തന്നെ ശുക്രൻ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുന്നുണ്ട്. മറ്റ് ഗ്രഹസ്ഥിതികളൊക്കെ അതുപോലെ തന്നെയാണ്. ശനി മീനത്തിൽ തന്നെയാണ്, മിഥുനത്തിലാണ് വ്യാഴം, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. മറ്റ് ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല. ഇവിടെ ആദ്യം നമുക്ക് മേടം രാശിയുടെ ഫലം നിരൂപണം നടത്തി നോക്കാം. ഏരീസ് എന്നാണ് മേടത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദവും ചേർന്നതാണ് മേടക്കൂട്. മേടരാശിക്കാർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലമാണ്. കുജൻ 12-ാം ഭാവം വിട്ടിട്ട് സ്വക്ഷേത്രത്തിലേക്ക് ലഗ്നത്തിലേക്ക് വരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും കാലമുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അഥവാ ആത്മവിശ്വാസക്കുറവ്, പ്രവർത്തനത്തിലെ മികവില്ലായ്മ ഇതൊക്കെ മാറുകയും അത് കൈവരുകയും ചെയ്യും. ആത്മവിശ്വാസം, പ്രവർത്തന ശേഷി ഇതൊക്കെ ഉയരുന്നതാണ്. ഇതിനു മുൻപ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള അഥവാ ഇന്ന് വരെ പ്രവർത്തിച്ചു വന്നിരുന്നതായിട്ടുള്ള ചില പ്രൊജക്റ്റുകൾ അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാവുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ മുൻപ് വൈകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രാഗൽഭ്യം തെളിയിക്കാനും സാധിക്കുന്ന സമയമാണ്. സഹപ്രവർത്തകരുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻപ് ഉണ്ടായിരുന്നു. അത് എന്നാലൊന്ന് കുറച്ചുകൂടെ കുറഞ്ഞ അവസ്ഥയിലേക്ക് മാറുന്നതാണ്. തൻ്റെ വാക്കുകളെ കൊണ്ടായിരിക്കും സഹപ്രവർത്തകരുമായിട്ട് അഥവാ തൻ്റെ ഊർജ്ജത്തിനൊത്ത് അഥവാ തൻ്റെ സ്പീഡിനൊത്ത് മറ്റുള്ളവർ വരുന്നില്ല എന്നുള്ള ചില പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാന മാർഗങ്ങൾ പുതുതായിട്ട് തുറന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ശുക്രൻ മാറുന്നു എന്നുള്ളത് കൊണ്ട് ചിലവുകളും കൂടുന്നതാണ്. അപ്പോൾ മെയ് 14-ന് ശേഷം ചില സൗഹൃദങ്ങൾ പണ്ട് മുറിപ്പെട്ടു പോയ ചില സൗഹൃദങ്ങൾ തിരിച്ചു വരാനും സൗഹൃദ യാത്രകൾ അഥവാ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടാകാനും വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണം ചിലവാക്കാനും അതിൽ കൂടെ പണം കുറച്ച് കൂടുതൽ ചിലവാക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വാക്കുകൊണ്ട് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ അത് വാക്ക് നിയന്ത്രണമില്ലാതെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാവുന്ന ചില ചെറിയ പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിയുന്നത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്വന്തം ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശരീരത്തിന് ചൂട് കൂടുക, അതുപോലെ രക്തസമ്മർദ്ദം കൂടുക, ശിരസ്സിന് ചൂടുണ്ടാവുക, തലവേദന ഉണ്ടാവുക മുതലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഈ സാഹചര്യം കാണുന്നുണ്ട്. ചൊവ്വ ലഗ്നത്തിലേക്ക് വന്നതിൻ്റെ ഒരു അനന്തര ഫലമാണതൊക്കെ. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് സുബ്രഹ്മണ്യനെ ഭജിക്കുക, ദുർഗാദേവിയെ ഭജിക്കുക, അതുപോലെ ഹനുമാനെ ഭജിക്കുക, ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, ഹനുമാൻ ചാലിസ ചൊല്ലുക, ഇതൊക്കെയും നല്ലതാണ്. അമിതമായിട്ടുള്ള ചൂട് ഏൽക്കാതിരിക്കുക, ചൂടുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൽ പറയുന്ന പേര്. കാർത്തിക 3 കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് സ്വക്ഷേത്രത്തിലാണ്, സ്വന്തം രാശിയിലാണ് ശുക്രൻ. അതൊരു അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. കൂടുതൽ സൗഖ്യം ഉണ്ടാവുക, ധനലാഭങ്ങൾ ഉണ്ടാവുക, അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് അഥവാ ആകർഷണം ഉണ്ടാവുക, ഇതൊക്കെ ആത്മവിശ്വാസം നേടിയെടുക്കുക, ഇതൊക്കെ ഉണ്ടാകാൻ ഉള്ള കാലമാണ്. മെയ് 14-ന് ശേഷം ബുധൻ ഇടവത്തിലേക്ക് വരുന്നതോടെ കൂടുതൽ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കും. പഴയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. ആഡംബര വസ്തുക്കളോടുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടുതൽ കൊണ്ട്
അതിനു വേണ്ടിയിട്ട് കൂടുതൽ ധനം ചെലവ് ചെയ്യും. വീണ്ടും ഈ വരുന്ന സമയങ്ങളിലും ഇത് സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് സേവിങ്സ് ഇതുവരെ ഉണ്ടായിരുന്ന സേവിങ്സ് അതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാകും. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, നല്ല വാർത്തകൾ അഥവാ കുടുംബവുമായിട്ടുള്ള ഒന്നിച്ചുള്ള സുഖം അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളിൽ നിന്നും ഒക്കെ നല്ല വാർത്തകൾ ഉണ്ടാകാനും ഒക്കെ പരീക്ഷാ വിജയം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അതുകൊണ്ടുണ്ടാവുന്ന സുഖം അനുഭവിക്കാനും കാര്യം അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ടും മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഭക്ഷണം ഉണ്ടാകാവുന്ന അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള രോഗങ്ങളോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പൂജ നടത്തുക, അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക, പശുവിന് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ലഗ്നത്തിൽ വ്യാഴമാണ്. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുവേ അനുകൂലമായിട്ട് ലഗ്നത്തിൽ വ്യാഴമുള്ളതുകൊണ്ട് പൊതുവേ അനുകൂലമാണ്. വ്യാഴം നൽകുന്ന ഒരു ശക്തി ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല മേഖലകളിലും പലതരത്തിലുള്ള വികസനങ്ങളും സുസ്ഥിരതയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇവർക്ക്. പുതിയ അവസരങ്ങൾ പ്രൊഫഷൻ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട്. മെയ് 14 ശുക്രനും കൂടെ മിഥുനത്തിലേക്ക് വരുമ്പോൾ വ്യാഴ ശുക്രന്മാർ ഒന്നിച്ച് ലഗ്നത്തിൽ വരുന്നു. അത് കൂടുതൽ വ്യക്തിപ്രഭാവം വളരാൻ നല്ലതാണ്. കൂടുതൽ ആകർഷകമാകും. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും എന്ന് മാത്രമല്ല, പബ്ലിക് റിലേഷനും മറ്റുമൊക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ ബന്ധങ്ങളും അവസരങ്ങളും ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഉള്ള അവസരങ്ങളുമൊക്കെ ലഭിക്കാനും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ടും ക്രമേണ വളർച്ച തന്നെയാണ് ഉണ്ടാകുന്ന. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. കുടുംബജീവിതത്തിലും അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്തോഷവും സുഖവും കുടുംബത്തിൽ ഉണ്ടാകും. പരസ്പര വിശ്വാസവും ഒക്കെ കൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. ആരോഗ്യം പൊതുവെ നല്ലതാണ്. മറ്റ് കൂടുതലായിട്ടുള്ള സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന ഒരു ഫറ്റീഗ് ഇതൊക്കെ തന്നെ ഉണ്ടാകാനുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവർക്ക് ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതോ ശ്രീകൃഷ്ണന് കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ ബുധന് ശാന്തി നടത്തുക, ബുധഗ്രഹത്തിന് ശാന്തി നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് പ്രത്യേകമായിട്ട് വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും അത് ധരിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള നാമം. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് മീനത്തിലാണ് ശനി, അതായത് 9ാം ഭാവത്തിൽ ആണ്. അഷ്ടമാധിപനായിട്ടുള്ള ശനിയാണ് 9ൽ ഉള്ളത്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് മാത്രമല്ല, അവനവന് കിട്ടേണ്ടതായിട്ടുള്ള പല അനുഭവങ്ങളും അത് ഇല്ലാതെ വരാൻ ഉള്ള സാധ്യതയും ഉണ്ട്. ജോലി രംഗത്തോ പ്രവർത്തന രംഗത്തോ ഒക്കെ കാര്യങ്ങൾ കുറച്ചൊരു മന്ദഗതിയിലാണ് നടക്കുന്നത്. സ്ഥിര ചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. മെയ് 11 ശേഷം കുജൻ മാറുമ്പോൾ കുറച്ച് ഈ സമ്മർദ്ദങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയും. അത് മേടത്തിലേക്ക് മാറും. അപ്പോൾ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ടാണെങ്കിലും അവർക്ക് വരവിൽ കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന കാലമാണ്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രതീക്ഷിത ചില ചിലവുകളും കുടുംബ സംബന്ധമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. കുറച്ചൊരു നിയന്ത്രണം സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അഥവാ അത് അനിവാര്യമാണ്, അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും കുറച്ച് അഭിപ്രായ ഭിന്നതകൾ
കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ചൊരു സഹനത്തോടു കൂടി അവയെ സമീപിച്ചാൽ പരിഹരിക്കാവുന്നത് തന്നെയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദവും ഉറക്കക്കുറവും മൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ഇത് കണക്കിലെടുക്കേണ്ടതാണ്. ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെ കഴിയുന്നത്ര വർജിച്ച് ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ശിവനെ പൂജിക്കുക, ശിവമന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് പാല് കൊണ്ടുള്ള അഭിഷേകം നടത്തുക, അഥവാ പാല് പൂജ ചെയ്യുന്നവർക്ക്, ശിവപൂജ ചെയ്യുന്നവർക്ക് പാല് ദാനം ചെയ്യുക, അഥവാ ശിവക്ഷേത്രത്തിൽ പാല് സമർപ്പിക്കുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ 1-ാം പാദം, ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ കേതുവാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ അവർ സ്ഥിരമായിട്ട് അനുഭവിച്ച് വരുന്നുണ്ട്. അതായത് ആന്തരികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ, അതുപോലെ ആത്മപരിശോധന ചെയ്യേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യും. ജോലി രംഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പലതരത്തിലുള്ള ഉയർച്ചകൾ ലഭിക്കാനും ഒക്കെ നല്ലതാണ്. കാലം അനുകൂലമാണ് സമയം. ധനപരമായിട്ടുള്ള കാര്യത്തിലും അനുകൂലമാണ്. ലാഭം ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ലാഭം ഉണ്ടാവും. ചിലവുകളും അതുപോലെ തന്നെ ഉണ്ടാകും. കുടുംബത്തിൽ ആകട്ടെ കുറച്ചൊക്കെ ഒരു കുടുംബാംഗങ്ങളുമായിട്ട് ചില അകൽച്ചകളും ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ, ഒന്നിച്ചിരിക്കാനുള്ള സമയം കുറവായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായിട്ട് ഉള്ള സ്ട്രെസ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ശാരീരികമായിട്ടും ശരീരത്തിനും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂര്യനെ ഭജിക്കുക, സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യക്ഷേത്രത്തിൽ പോവുക, അഥവാ ശിവക്ഷേത്രത്തിലാണെങ്കിലും അതേ ഫലങ്ങളൊക്കെ തന്നെ ചെയ്യും. അവിടെ അഭിഷേകം ചെയ്യുന്നതും അഭിഷേക തീർത്ഥം കുടിക്കുന്നതും തീർത്ഥസേവ വളരെ നല്ലതാണ്. തൻ്റെ ഉള്ളിലുള്ള ചൂട് കുറയ്ക്കാൻ ഈ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള തീർത്ഥം പാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര്. ഉത്രത്തിൽ 3/4, അത്തവും ചിത്രയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ്. കുജൻ്റെ മാറ്റം ഇവർക്ക് അനുകൂലമായിട്ടുള്ള അതാണ്. മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് കുജൻ മാറുമ്പോൾ 7-ാം ഭാവത്തിൻ്റെ ചില സമ്മർദ്ദങ്ങളും, അതായത് ഭാര്യ വീട്ടുകാർ അവരുമായിട്ടുള്ള ചില ബന്ധങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സംഘർഷങ്ങൾ കുറച്ചൊരു ആശ്വാസം അഥവാ അതിൽ നിന്ന് വിമുക്തി ഉണ്ടാകുന്നതാണ്. മെയ് 11-ാം തീയതിയാണ് ചൊവ്വയുടെ പകർച്ച മേടത്തിലേക്ക്. അങ്ങനെ മാറുമ്പോൾ ഈ സമ്മർദ്ദം കുറച്ചൊന്ന് കുറയും. എന്നാലും അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ചില വൈരുദ്ധ്യങ്ങൾ, ഭാര്യയുമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അതിനൊക്കെ കുറച്ച് മാറ്റം സംഭവിക്കും. ജോലി അഥവാ പ്രൊഫഷൻ ആയിട്ട് 10-ൽ വ്യാഴമുണ്ട് എന്നുള്ളത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. കർമ്മപരമായിട്ട് ഒരു പുഷ്ടി അവർക്കുണ്ടാകുന്നത്, കരിയർ സംബന്ധിച്ചുള്ള അവർക്ക് വളർച്ചയുണ്ടാകും. എംപ്ലോയേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ നടത്താനും പ്രാഗൽഭ്യം തെളിയിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അത് സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ചില ചെറിയ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ധനപരമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇത്രയും നാളത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചൊരു സ്ഥിരത, അതായത് ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ ഒന്ന് മാറിയിട്ട് ഒരു സ്ഥിരതയിലേക്ക് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വരവും ചെലവും ഒക്കെ വരുന്നതായിട്ട് കാണാവുന്നതാണ് 11-ന് ശേഷം. എന്നാൽ നിക്ഷേപങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ അതിൽ നിന്നുള്ള ഫലം ഇപ്പോഴും ഉടനടി കിട്ടുന്നില്ല. ഭാവിയിലേക്ക് അത് സുരക്ഷിതമായിട്ട് മാറും. കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് പരസ്പര ബന്ധങ്ങൾ,
ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ള ഉലച്ചിലുകൾക്ക് താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാവും. പരസ്പര ബന്ധം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്. ദഹന സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരാനോ അഥവാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനോ, വായുസ്തംഭം അഥവാ അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉള്ളവർ, അങ്ങനെ ആ രോഗമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പച്ച മഞ്ഞ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഒരു തുല്യരായവർക്ക് മറ്റും ദാനം ചെയ്യുക, ഇതൊക്കെ സൽഫലങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പശുവിനെ ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖം 1, 2, 3 പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. ഈ തുലാക്കൂറുകാർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരേണ്ട കാലമാണ്. മെയ് 11-ാം തീയതി കുജൻ ചൊവ്വ മേടത്തിലേക്ക് മാറുമ്പോൾ അത് 7-ാം ഭാവത്തിലേക്കാണ് വരിക. പാർട്ട്ണർഷിപ്പ്, അതുപോലെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ കുറച്ച് ഗുണപരമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതാണ്. ജോലി അഥവാ പ്രൊഫഷണൽ രംഗത്ത് പുതിയ ആൾക്കാരുമായിട്ട് അഥവാ ക്ലയൻസും ആയിട്ടോ ഇടപാടുകാരുമായിട്ടും ഒക്കെ കൂടുതൽ ബന്ധപ്പെടേണ്ട ഒരു സമയം വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഭാവിയിൽ നമുക്ക് അവസരങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. കുജൻ്റെ പ്രത്യേക സ്വഭാവ വൈചിത്ര്യം കാരണം ചില തർക്കങ്ങളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇതിനെ സമീപിച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ നാളത്തേക്ക് ഒരു അസറ്റായിട്ട് മാറ്റാൻ, നല്ല ബന്ധങ്ങൾ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ശുക്രൻ മെയ് 14-ന് മിഥുനത്തിലേക്ക് മാറുന്നു. അപ്പോൾ ധനപരമായിട്ട് കൂടുതൽ ഉത്കർഷം ഉണ്ടാകും. ധനം പ്രതീക്ഷിച്ചത് വന്നു ചേരും. അതുപോലെ തന്നെ വിദേശ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അഥവാ അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, അവർക്കൊക്കെ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭമുണ്ടാവുക, അഥവാ അതിൽ നിന്ന് പ്രയോജനമുണ്ടാവുക, ഇതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കും. അതുപോലെ തന്നെ ചില കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള യാത്രകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില സമാഗമങ്ങൾ, പുതിയ കുടുംബ ബന്ധങ്ങൾ, പരസ്പരം കുടുംബ സമാഗമങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ സ്ട്രെയിൻ വേണ്ടിവരും. അതുപോലെ തന്നെ തോള് സംബന്ധമായിട്ടും കൈകൾ സംബന്ധമായിട്ടും കഴുത്ത് സംബന്ധമായിട്ടും ഉള്ള രോഗങ്ങളുള്ളവർ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ രോഗമുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദേവീ പൂജ, ദുർഗാദേവി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അഥവാ ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിലും നല്ലതാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ദേവീസ്തവം മുതലായിട്ടുള്ള കീർത്തനങ്ങൾ സ്വയം ഉപാസിക്കുക, ഇതൊക്കെയും. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, സ്വന്തം ഗൃഹത്തിലും അത് ഉപയോഗിക്കുക, ഇതൊക്കെയും നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നതിന് നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ 1 പാദവും അനീഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് പോകുമ്പോൾ അത് 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഗുണപരമായി പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന ചില ഭയങ്ങളും ആശങ്കകളും ഒക്കെ കുറയുന്നു. അതുകൊണ്ട് പ്രവർത്തനശേഷി കുറച്ചുകൂടെ മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ ശത്രുക്കളുണ്ടായിരുന്നവർക്ക് അഥവാ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവരിൽ നമുക്ക് ഒരു വിജയം, ശത്രുവിജയം എന്ന് പറയട്ടെ, അത് ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഉണ്ടാകുന്നത്. മത്സരങ്ങളിലും മറ്റും ജോലിയിലോ അല്ലെങ്കിൽ പ്രൊഫഷനിലോ പഠിത്തത്തിലോ ഒക്കെ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ള ചില എക്സാമുകൾ, ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ജയസാധ്യത ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജോലി സ്ഥലത്ത് അഥവാ പ്രവർത്തന മണ്ഡലത്തിൽ കുറച്ച് കൂടുതൽ അഗ്രസീവ് ആകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില
സംഘർഷങ്ങൾ, ഫ്രിക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ കൂടുതലായിട്ടുണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിലവുണ്ടാവും. ചില രോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, കുടുംബത്തിലോ തനിക്കോ കുടുംബാംഗങ്ങൾക്കോ ചില രോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ചില കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വരുമാനം അനുകൂലമാകണം എന്നുള്ളത് കൊണ്ട് അത് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതല്ലാതെ അത് പെട്ടെന്ന് തീരുന്നതാണ്. അത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചേരുക അഥവാ അങ്ങനെ കലാശിക്കാൻ സാധ്യതയില്ല. 6-ൽ ചൊവ്വ വരുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും, അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കും. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ചെറിയ പരിക്കുകളോ ചില വൂൺസ് അല്ലെങ്കിൽ കട്ട്, രക്തം വാർന്നു പോവുക മുതലായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയാണ്. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. ചൊവ്വ നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ ചൊവ്വയ്ക്ക് വേണ്ടി പ്രത്യേകം വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ വളരെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഇതാണ് ധനുക്കൂറിൽ വരുന്നത്. 5-ാം ഭാവത്തിൽ ആണ് ചൊവ്വ. മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് പോകുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നു. അവർക്ക് ബുദ്ധികൂർമ്മത അഥവാ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ പുഷ്ടി ഉണ്ടാവുക, ബുദ്ധിശക്തി കൂടുക, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നന്നാവുക, തീരുമാനിക്കാനുള്ള ഒരു പവർ അഥവാ ശക്തി ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അവനവൻ്റെ പ്രവർത്തന മേഖലയിലോ തൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാവുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മേഖലകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും. ബുധൻ 14-ാം തീയതിക്ക് ശേഷം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള രീതി കർമ്മമേഖലയിൽ ഉണ്ടാവും. ആ പ്രായോഗികക്ഷമത കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മഫലം നല്ലതാവാൻ സാധ്യതയുണ്ട്. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ലാഭങ്ങളുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് മക്കളുമായിട്ടുമൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പൊതുവേ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആണ് ഉണ്ടാകുന്നത്. ആരോഗ്യപരമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, രോഗാവസ്ഥകളൊന്നും കാണുന്നില്ല. എന്നാൽ ഭക്ഷണം മുഖാന്തരം ഉണ്ടാകുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ, അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി ചെയ്യുന്നത് നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ അവിടെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. ഗുരു സ്ഥാനത്തുള്ളവർക്ക് ഇതുപോലെ വസ്ത്രദാനം ചെയ്യുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും നല്ല ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ സമയം മീനത്തിലെ ശനിയുടെ സ്വാധീനം കൊണ്ട്, അതുപോലെ മേടത്തിലെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഒക്കെ കൊണ്ട് ആന്തരിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുജൻ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് മാറുന്നത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെയും അതുപോലെ ഒക്കെ സ്വാധീനിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുതിയ അനുകൂലമായിട്ടുള്ള പരിസ്ഥിതി ഉണ്ടാക്കുന്നതാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടും. പ്രവർത്തന മേഖലയിൽ ഫലം ഉണ്ടാവുന്നത് കുറച്ച് വൈകിയായിരിക്കാം. എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് പ്രവർത്തിച്ച് ഒരു പേഷ്യൻസോടുകൂടി പ്രവർത്തിച്ചാൽ ഭാവിയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഭാവിയിൽ അനുഭവിക്കാൻ അനുകൂലമാണ്. വലിയ ലാഭപ്രതീക്ഷയൊന്നും ഈ സമയത്ത് വേണ്ടതില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിലും സ്പെക്കുലേറ്റീവ് ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ചില അപ്രതീക്ഷിത ചിലവുകളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ ചില
വിള്ളലുകൾ അഥവാ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ചും കാരണവന്മാരുമായിട്ട് അച്ഛൻ അമ്മ മുതലായിട്ടുള്ള വീട്ടിലെ പ്രായമുള്ളവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഉറക്കക്കുറവും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശിവക്ഷേത്ര ദർശനം, അതുപോലെ ഹനുമാനെ പൂജിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുക, പ്രദക്ഷിണാദി നമസ്കാരം മുതലായിട്ടുള്ളവ ചെയ്യുന്നതും എള്ള് ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. ചില വിഷമ ഘട്ടങ്ങളിൽ കൂടെ അഥവാ അങ്ങനെയുള്ള ചിന്തയിൽ കൂടെ പോകേണ്ട പെർപ്ലക്സ്ഡ് തോട്ട് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ചിന്തയും ഒക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. എന്നാൽ പുതിയ നൂതന ആശയങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. അത് വേണ്ട പോലെ ചിന്തിച്ച് സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ അത് ഭാവിയിലേക്ക് അത് പ്രയോജനം ചെയ്യുന്നതാണ്. കുജൻ മേടത്തിലേക്ക് മാറുന്നു. അത് കുറച്ച് സഹോദരനുമായിട്ടും സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടും ഒക്കെയുള്ള നല്ല ബന്ധം ഉണ്ടാകുന്നതാണ്. അതുപോലെ ധൈര്യം, അതുപോലെ പ്രവർത്തനശേഷി ഇതൊക്കെ ഈ കുജൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പുതിയ മാറ്റങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടും പ്രവർത്തന സംബന്ധമായിട്ടും ഒക്കെ പ്രായോഗികമായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള, അതായത് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ്, പത്രപ്രവർത്തനം ഇങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ചെറിയ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക്, ടെക്നോളജി സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ധനപരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള കാലമാണ്. മുൻപ് വൈരത്തിലിരുന്നവരും സഹോദരത്തിനും സഹോദര സ്ഥാനീയരും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ ഉണ്ടാകും. അതുമൂലമുള്ള പേശീവേദന ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഹുവിനെ ഭജിക്കുക, രാഹുവിൻ്റെ മന്ത്രം ജപിക്കുക, സർപ്പക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ മഞ്ഞൾപ്പൊടി ആടുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതി കാല് അവസാനത്തെ 1 പാദം, ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ സമയം വളരെ പ്രധാനമാണ്. ലഗ്നത്തിൽ തന്നെ ആണ് ശനി എന്നുള്ളത് കൊണ്ട് ഈ 2.5 വർഷക്കാലം കണ്ടകശനിയും 7.5 ശനിയും തുറന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ കുജൻ മെയ് 11 ലഗ്നത്തിൽ നിന്ന് മാറി 2ാം ഭാവത്തിലേക്ക് മാറുന്നത് അനുകൂലമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പല സംഘർഷങ്ങളും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ കുറച്ചൊന്ന് കുറയാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി രംഗത്ത് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് ഫലം കാണുന്നതാണ്. ഇന്ന് അത് കാണുന്നില്ലെങ്കിൽ പോലും അതിനുള്ള പ്രതീക്ഷ അത് വൈകി നാളെ അതിന് ഫലം കണ്ടെത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ മാറ്റം കൊണ്ടുണ്ടാവുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ 2ാം ഭാവത്തിൽ ചൊവ്വ വരുന്നത്, 2ാം ഭാവത്തിൽ വരുന്നത് പല വരുമാന മാർഗങ്ങളും ഉണ്ടാക്കും. പുതിയ നൂതന മാർഗങ്ങൾ, വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. പണം കിട്ടാനുള്ള സാധ്യതകളും, മുൻപ് നമുക്ക് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പണവും നമുക്ക് കിട്ടും. ആരോഗ്യപരമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ശാരീരിക പ്രശ്നങ്ങളോ ക്ഷീണങ്ങളും ഒക്കെ കുറച്ചൊന്ന് കുറയാൻ ഈ കാലം അനുകൂലമാണ്. ശനി ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ആ ഒരു എനർജിയുടെ കുറവുണ്ട് എങ്കിൽ പോലും
അവിടുന്ന് ചൊവ്വ മാറുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് ശമിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനിയെ ഭജിക്കുക, ശനി ഗ്രഹത്തിന് വേണ്ട ശാന്തി മന്ത്രങ്ങൾ സ്വയം ചൊല്ലുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തിലദാനം നടത്തുക, അതുപോലുള്ള ആൾക്കാർക്ക് തിലം കൊണ്ടുള്ള ദാനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ എള്ളുതിരി കത്തിക്കുക, ശാസ്താക്ഷേത്രത്തിലും മറ്റും നീരാജനം നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. നമസ്കാരം.